സൗദി അറേബ്യയിലെ ആഗോള നിക്ഷേപക സമ്മേളനമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ രണ്ടാം ദിനമായ ഇന്ന് എക്സ്പോ 2030 ഉൾപ്പെടെ ചർച്ചയാകും. ഇതിനായി റിയാദിൽ ഒരുക്കുന്ന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും FII വ്യക്തമാക്കും. AI ഉൾപ്പെടെ മേഖലയിൽ സൗദിയിൽ വരുന്ന പുത്തൻ പദ്ധതികളിൽ നിന്ന് ഇന്ന് കരാറുകൾ ഒപ്പുവയ്ക്കും. ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണവും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന സംഗതിയാണ്. അഫ്താബ് റഹ്മാൻ നൽകുന്നു കൂടുതൽ വിവരങ്ങൾ. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ രണ്ടാം ദിനമായ ഇന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് വീണ്ടും ചർച്ചകൾ കടക്കും. പ്രധാനമായും ഇന്ന് വിവിധ കരാറുകളുടെ ഒപ്പുവെക്കലുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒപ്പം തന്നെ റോബോട്ടിക്സ് മേഖലയിലെ പുത്തൻ സാധ്യതകളുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇന്ന് പിറക്കും. അതോടൊപ്പം സൗദി അറേബ്യ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 2030 വേൾഡ് എക്സ്പോയുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലുകളും ഇന്നുണ്ടാകുമെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു സമ്മേളനത്തിന്റെ പ്രധാന വേദിയിൽ വെച്ച് ഇന്ന് FII ഇൻസ്റ്റിറ്റ്യൂട്ടും, അതായത് ഈ സമ്മേളനം ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും ഒപ്പം തന്നെ എക്സ്പോ 2030 സംഘാടകരായ സൗദി അറേബ്യയുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഉച്ചകോടിയുടെ ഭാഗമായിക്കൊണ്ട് ഇതിൽ അവരുടെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നിക്ഷേപ രംഗത്തുള്ള വിവിധ കമ്പനികൾ ഇന്ന് സൗദി അറേബ്യയിലെ വിവിധ കമ്പനികളുമായുള്ള കരാറുകളുടെ ഒപ്പുവെക്കലും ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്നും അത് തുടരും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചിമേഷ്യയിൽ ഏറ്റവും മികച്ച ഒരു ലീഡറായി തുടരുക എന്നുള്ളൊരു നിർണായകമായ ലക്ഷ്യത്തിലാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു വേൾഡ് ലീഡർഷിപ്പിലേക്ക് സൗദി അറേബ്യ വ്യത്യസ്തമായ വിഷയങ്ങളിൽ എങ്ങനെ വരുമെന്നുള്ളതും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായി വിവിധ ലോകരാഷ്ട്ര നേതാക്കൾ, അവരുടെ മന്ത്രിമാർ വിവിധ സെഷനുകളിലായി ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും ഇന്നത്തെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ രണ്ടാം ദിനം പുരോഗമിക്കുക. നാളെയാണ് ഉച്ചകോടി അവസാനിക്കുന്നത്. നാളെ പ്രധാനമായും കരാറുകളുടെ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഉച്ചകോടിയിലേക്ക് എത്തിയ ലോകത്തെ വിവിധ കമ്പനികൾ സൗദിയിലെ കമ്പനികളുമായി ഒപ്പുവെച്ച കരാറുകളുടെ ഡിക്ലറേഷൻ ആയിരിക്കും നാളെ നടക്കുക. ഈ തരത്തിൽ നാളത്തോടുകൂടി സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. ഈ വർഷം ഏതാണ്ട് 9,000-ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിലേക്ക് എത്തിയത്. 250-ലേറെ ലോകരാജ്യങ്ങളുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. 21 രാഷ്ട്ര നേതാക്കൾ ഉണ്ടായിരുന്നു. 14 രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഈ ഉച്ചകോടിയിലേക്ക് എത്തിയിരുന്നു. ഏതായിരുന്നാലും 9ാം സെഷൻ അവസാനിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട വിപണി അന്തരീക്ഷം, ഒപ്പം തന്നെ നിയമങ്ങളിൽ ലഘൂകരണം ഇതിലേക്ക് കടക്കാനിരിക്കുകയാണ് സൗദി അറേബ്യ. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഒപ്പം തന്നെ മന്ത്രിമാരുടെ വെളിപ്പെടുത്തലും ഇന്നും നാളെയുമായി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടത് സൗദി അറേബ്യയിൽ നിന്ന് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് പുരോഗമിക്കുന്നു അവിടെ.